നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തിടെ ക്രൂഡ് ഓയിൽ ഏറ്റെടുക്കലിനായിട്ട് ഇന്ത്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ആദ്യമായി രൂപ നൽകി. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഇന്ത്യൻ കറൻസിയായ രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ശ്രമമാണ് ഈ നടപടി എന്നാണ് പറയപ്പെടുന്നത്. ഇത് രൂപ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട കറൻസിയായി മാറുന്ന പ്രക്രിയയെ വേഗത്തിലാക്കുകയും ഡോളറിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. കൂടാതെ ഇത് ആഗോള സാമ്പത്തിക അസ്വസ്ഥതകളിൽ നിന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുകയും കൂടാതെ രൂപയെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണിത്. ഇതിൽ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൻ്റെ ആവശ്യകത കുറയ്ക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന കാര്യം കൂടിയായിരിക്കും ഇത്. പൊതുമേഖല എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ നിന്നും 10 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ഇന്ത്യൻ രൂപയിൽ പണം നൽകിയതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ 2022 ഡിസംബറിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത അസംസ്കൃത എണ്ണയുടെ ഒരു ഭാഗം രൂപയായിട്ടും നൽകി. രൂപയെ ആഗോളവൽക്കരിക്കുന്നതിനും അന്താരാഷ്ട്ര ഇടപാടുകൾക്കായി രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അവരുടെ ശ്രമങ്ങൾക്ക് ക്രെഡിറ്റ് സർക്കാരിനും RBIക്കും നൽകണം. നിലവിൽ എണ്ണ ആവശ്യകതയുടെ 80% നിറവേറ്റുന്നതിന് ഇറക്കുമതിയെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. ഇത് പൂർത്തിയാക്കാൻ ഇന്ത്യ $ഡോളറിൽ ഗണ്യമായ തുക നൽകണം. ആഗോളവൽക്കരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ $ഡോളറിനെതിരെ ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ വിനിമയ നിരക്ക് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും വിപണിയിലെ വിവിധ വസ്തുക്കളുടെ വിലയിലും കാര്യമായ സ്വാധീനം ചെലുത്തുന്നു. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ലിസ്റ്റ് അനുസരിച്ച് ലോകമെമ്പാടും മൊത്തം 180 കറൻസികളുണ്ട്. അവയിൽ ഏറ്റവും പ്രബലമായത് ഡോളറാണ്. 1944 ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിൽ അന്താരാഷ്ട്ര ഇടപാടുകൾക്കുള്ള പ്രാഥമിക കറൻസിയുടെ പങ്ക് ഡോളർ ഏറ്റെടുത്തിരുന്നു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 2022 ഏപ്രിൽ മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവിൽ ഇന്ത്യ മൊത്തം 232.7 ദശലക്ഷം ടൺ ക്രൂഡ് ഓയിൽ സ്വന്തമാക്കി. അതിൻ്റെ ഫലമായി മൊത്തം ചെലവ് $157.5 ബില്യൺ ഡോളറാണ്. മൊത്തത്തിലുള്ള വിതരണത്തിൻ്റെ 58% പശ്ചിമേഷ്യയാണ്. ഇറാഖ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ ഗണ്യമായ സംഭാവനകൾ നൽകി. ആഭ്യന്തര വിതരണ ഡിമാൻഡ് തൃപ്തിപ്പെടുത്താൻ അപര്യാപ്തമാണ്. കമ്മി 15% കവിയുന്നു. കൂടാതെ കൽക്കരി, രാസവളങ്ങൾ, സസ്യ എണ്ണകൾ, ഫാർമസ്യൂട്ടിക്കൽ അസംസ്കൃത വസ്തുക്കൾ, മറ്റ് ചരക്കുകൾ എന്നിവയുടെ ഇറക്കുമതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുതിച്ചുചാട്ടത്തിൻ്റെ ഫലമായി രാജ്യത്തിൻ്റെ ഡോളറിൻ്റെ ആവശ്യം വർദ്ധിച്ചു. തൽഫലമായി വിദേശ നാണ്യ കരുതൽ ശേഖരം കുറയുമ്പോൾ വ്യാപാര കമ്മി വർദ്ധിക്കുന്നു. ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്ന വിഷയം ഡോളറൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അടുത്ത കാലത്തായി കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ആഗോള കറൻസി കരുതൽ ശേഖരത്തിലെ ഡോളറിൻ്റെ അനുപാതം 1999 70% നിന്നും 2022 59% കുറഞ്ഞു. എന്നിരുന്നാലും മൊത്തം ആഗോള ഇടപാടിൻ്റെ 45% പ്രതിനിധീകരിക്കുന്ന ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന കറൻസി ഡോളറിലാണ്. അതിനുശേഷം 16% യെൻ, 8% പൗണ്ട് സ്റ്റെർലിംഗ്, 6% ബാക്കിയുള്ള ശതമാനവും മറ്റ് കറൻസികളിലുമാണ് കണക്കാക്കുന്നത്. വാസ്തവത്തിൽ രൂപയെ ആഗോള കറൻസിയാക്കാൻ താഴെത്തട്ടിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റിൻ്റെ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് പ്രധാന കയറ്റുമതിക്കാരിൽ ഇന്ത്യയുടെ പങ്ക് തുച്ഛമായ 1.8%, ഇറക്കുമതിയിൽ 2.8%. വിദേശ വിനിമയ വിപണിയിലെ വിറ്റുവരവിൽ രൂപയുടെ ശരാശരി പ്രതിദിന വിഹിതം 1.6% മാത്രമാണ്. എണ്ണ ഇതര വ്യാപാരം ഉൾപ്പെടെ ചില വിജയകരമായ ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടും എണ്ണ കയറ്റുമതിക്കാർ പൊതുവെ രൂപയുടെ കറൻസി സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നു. ഇടപാടുകളുടെ ഉയർന്ന ചിലവുകളും പണം സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നതും സംബന്ധിച്ച ആശങ്കകളാണ് ഇതിന് കാരണം. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ വിതരണക്കാർ ആവശ്യമായ നിയമപരമായ ആവശ്യകതകൾ നിറവേറ്റുന്നിടത്തോളം കാലം ക്രൂഡ് ഓയിലിനുള്ള പേയ്മെൻറ്റുകൾ ഇന്ത്യൻ രൂപയിൽ നൽകാമെന്ന് എണ്ണ മന്ത്രാലയം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നിട്ടും ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യ. 2023 $3.75 ട്രില്യൺ GDPയിലുള്ള 5ാമത്തെ വലിയ ആഗോള സമ്പദ് വ്യവസ്ഥയാണെന്ന് ഇന്ത്യ. പാൻഡമിക്കിന് ശേഷമുള്ള ശക്തമായ സാമ്പത്തിക വീണ്ടെടുപ്പ് കണക്കിലെടുത്ത് രൂപയ്ക്ക് ഒരു അന്താരാഷ്ട്ര കറൻസിയാകാനുള്ള കഴിവുണ്ട്. യുവാനെ ആഗോള കറൻസിയാക്കാൻ ചൈന നിരവധി വർഷങ്ങളായി വലിയ ശ്രമങ്ങൾ നടത്തി.
2022 ആഗോള ഇടപാടുകൾ 7%-ലധികവും യുവാൻ വഴിയാണ് നടന്നത്. ഇത് ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന 5ാമത്തെ കറൻസിയായി. അതുപോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 20 ബാങ്കുകൾക്ക് 22 രാജ്യങ്ങളിലെ പങ്കാളി ബാങ്കുകളുമായി 92 സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ടുകൾ തുറക്കാൻ അനുവദിച്ചുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായി വിദേശത്ത് രൂപയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് RBI ഒരു സുപ്രധാന നടപടി സ്വീകരിച്ചു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിക്കാരെയും ഇറക്കുമതിക്കാരെയും ആഭ്യന്തര കറൻസികളിൽ വ്യാപാര ഇടപാടുകൾ നടത്താൻ ഇത് അനുവദിക്കുന്നു. ഇത് എളുപ്പവും കൂടുതൽ കാര്യക്ഷമവുമായ വ്യാപാര സംവിധാനം സുഗമമാക്കുന്നു. ഇതോടെ ചരക്കുകളോ സേവനങ്ങളോ ഇറക്കുമതി ചെയ്യുന്ന ഇറക്കുമതിക്കാർക്ക് അവരുടെ സാധനങ്ങളുടെ വില വിദേശ വിൽപ്പനക്കാരന് രൂപയിൽ നൽകാൻ കഴിയും. അതായത് ഇറക്കുമതിക്കാരൻ്റെ ബാങ്കിന് സാധനങ്ങളുടെ വില നേരിട്ട് വോസ്ട്രോ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കഴിയും. കയറ്റുമതിക്കാരുടെ ബാങ്ക് രൂപയുടെ ആഗോള ഉപയോഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് ഇന്ത്യൻ ബിസിനസ്സുകളുടെ വിലപേശൽ ശേഷി മെച്ചപ്പെടുത്തും. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭാരം കൂട്ടുക മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള നിലവാരവും ബഹുമാനവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിനു പുറമെ 64 രാജ്യങ്ങൾ ഇന്ത്യൻ രൂപയിൽ ബിസിനസ് ചെയ്യാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപയ്ക്കുള്ള അന്താരാഷ്ട്രവൽക്കരണം ഇപ്പോഴും വളരെ അകലെയാണ്. എന്നാൽ സിംഗപ്പൂർ, UAE എന്നിവയുമായുള്ള രൂപയുടെ ഇടപാടുകളും സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ടുകളും ശരിയായ ദിശയിലേക്കുള്ള ചുവടുകളാണ്. ആഗോള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അതേസമയം തിരിച്ചറിഞ്ഞ രാജ്യങ്ങളിലേക്ക് ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത്തരം സാഹചര്യങ്ങളിൽ നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ശക്തമായ വൈകാരിക അടുപ്പമുണ്ട്. ഇത് പുതിയ കയറ്റുമതി അവസരങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. കൂടാതെ ആഗോള സാമ്പത്തിക ഇടപാടുകൾക്ക് പുതിയ ഒരു ദിശാബോധം നൽകുകയും ചെയ്യും. G20 ആഗോള വിപണിയിൽ കാര്യമായ സ്വാധീനമുണ്ട്. കാരണം അതിൻ്റെ അംഗരാജ്യങ്ങൾ ആഗോള മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 85%, ആഗോള വ്യാപാരത്തിൻ്റെ 75% വഹിക്കുന്നു. കൂടാതെ ലോക ജനസംഖ്യയുടെ ഏകദേശം 2/3 ഉൾപ്പെടുന്നു. തങ്ങളുടെ കയറ്റുമതി വരുമാനം ഇന്ത്യൻ രൂപയിൽ തിരിച്ചെത്തിക്കുന്ന കയറ്റുമതിക്കാർക്ക് സർക്കാർ പ്രത്യേക നികുതി ഇളവുകൾ നൽകണം. രൂപയിൽ നടത്തുന്ന ആഗോള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും അതുവഴി വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു പദ്ധതി വികസിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അനിവാര്യത. ഒരു രാജ്യത്തിൻ്റെ കറൻസിക്ക് ആഗോള അംഗീകാരം ലഭിക്കുന്നതിന് രാജ്യം അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തിലും സാമ്പത്തിക നയങ്ങളിലും പുരോഗതി പ്രകടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. യാദൃച്ഛികമായി ഈ 2 ഘടകങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. നിസ്സംശയമായും നമുക്ക് ഇനിയും മറികടക്കാൻ ഗണ്യമായ ദൂരമുണ്ട്. പക്ഷേ അത് സാധ്യതയുടെ പരിധിയിലാണ്.